തീയതി നെടുമങ്ങാടും 26-ാം തീയതി ആറ്റിങ്ങൽ ഡിവിഷനിലും ഇന്ന് തിരുവനന്തപുരം ഡിവിഷനിലാണ് നടത്തുന്നത്. കേരള ഇലക്ഷൻ എംപ്ലോയീസ് കോർപ്പറേഷൻ INTUC വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ആ പരിപാടിയിൽ വൻ വിജയമാക്കി തീർക്കേണ്ടത് ഇവിടുത്തെ ഓരോ തൊഴിലാളിയുടെ ആവശ്യമാണ്. കാരണം നമ്മൾ പ്രതീക്ഷയോടെ കാണുന്ന തൊഴിലാളി സർക്കാരും അതിലുപരി 53% വോട്ട് മേടിച്ച് അഹങ്കാരത്തോടെ തൊഴിലാളികളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകളും തൊഴിലാളികൾക്ക് 8 കൊല്ലമായി കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പരിപാടിയാണ് ഇവിടെ കാണുന്നത്. 8.5 കൊല്ലം 9.5 കൊല്ലത്തോളമായി ഇവിടുത്തെ ഇലക്ഷൻ വർക്കർമാർ പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇലക്ഷൻ വർക്കറുടെ അവകാശമാണ് അവരുടെ പ്രൊമോഷൻ. ഓരോ ജീവനക്കാരൻ കയറുമ്പോഴും ആ ജീവനക്കാർ അടുത്ത പ്രൊമോഷന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, അവരവകാശമാണ്. എന്നാൽ ഈ ഇടതുപക്ഷ ഗവൺമെന്റും ഇടതുപക്ഷ തൊഴിലാളികളും ഇവർക്കുള്ള പ്രൊമോഷൻ ആവശ്യമില്ലാതെ തടഞ്ഞു വെച്ചിരിക്കുക. കേസിന്റെ പേരിൽ കേസ് ഉണ്ടാക്കിച്ചുകൊണ്ട് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നില്ല. ഇവിടെ DA കിട്ടുന്നില്ല. 18% DA ആണ് പെൻഡിങ്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ദേശാഭിമാനി പത്രം തന്നെ പറയുന്നു ഇലക്ട്രിസിറ്റി ബോർഡ് ലാഭത്തിലാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് ലാഭത്തിലാവുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർക്ക് അർഹതപ്പെട്ട DA നിഷേധിക്കുമ്പോൾ അതിനെതിരെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾക്ക് കഴിയുന്നില്ല. അവർക്ക് ഇന്ന് അവരുടെ ആവശ്യം സംസ്ഥാന സമ്മേളനത്തിൽ കൂടെയും യൂണിറ്റ് സമ്മേളനത്തിൽ കൂടെയും ആളുകളിൽ നിന്ന് പിരിവെടുത്തും പൈസ ഉണ്ടാക്കി അവരെ ഉപദ്രവിക്കുന്ന മാത്രമാണ് ഇന്ന് നടന്നു വരുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ഒരു കാര്യം ചെയ്തു കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ മേഖലയിലെ തൊഴിലാളികൾ പ്രതിഷേധത്തിലേക്കാണ്. ഇവിടെ ഇടതുപക്ഷങ്ങളുടെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാൻ പ്രതിപക്ഷ സംഘടന സന്നദ്ധരായിരിക്കുകയാണ്. കേരള ഇലക്ഷൻ എംപ്ലോയീസ് കോർപ്പറേഷൻ INTUC മാത്രമാണ് ഇന്ന് ഈ സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. ഒരു കാര്യവും അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. 8.5 കൊല്ലമായിട്ട് തൊഴിലാളികൾ കിട്ടുന്ന ഒരു ആനുകൂല്യവും അവർ നേടിത്തരുന്നില്ല എന്ന് മാത്രമല്ല മാനേജ്മെന്റും 53% കിട്ടി ഇവിടുത്തെ ഇടതുപക്ഷം കുത്ത് കളിച്ചുകൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുകയാണ്. പ്രൊമോഷൻ തന്നെ തടഞ്ഞു വെച്ചുകൊണ്ട് അവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കാതെ മുന്നോട്ട് പോകുന്നു. അവകാശപ്പെട്ട പ്രൊമോഷൻ കിട്ടുന്നില്ല, കേസിന്മേൽ കേസ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനായ അധ്യക്ഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ സുരേഷ്, ജില്ലാ സെക്രട്ടറി ശ്രീ രാജേഷ്, നമുക്കിപ്പോൾ ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഡിവിഷന്റെ മുൻ പ്രസിഡന്റായിരുന്ന ശ്രീ വിജയകുമാരൻ നായർ ഇപ്പൊ വന്ന് ഇവിടെ വെച്ച് യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. ഈ ഡിവിഷന്റെ ഒത്തിരി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. ഈ ഡിവിഷന്റെ പ്രസിഡന്റ് ശ്രീ ഷൈൻ പ്രസാദ്, വർക്കിംഗ് പ്രസിഡന്റ് പ്രദീപ്, ഡിവിഷന്റെ എല്ലാ കാര്യങ്ങളിലും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിവിഷൻ സെക്രട്ടറി, അതുപോലെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ അനില്, ശ്രീ സലാല്, സന്തോഷ്, അയ്യപ്പരാജ്, ശ്രീമതി ഗംഗ, കോൺഫെഡറേഷന്റെ ഈ ഡിവിഷന്റെ മറ്റ് ഭാരവാഹികളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ,
ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് പറയാനുള്ളത്. രാവിലെ തുടങ്ങിയ പര്യടനം വിവിധ സെഷനുകളിൽ പോയി ജീവനക്കാരെ ഇവിടുത്തെ വിഷയങ്ങൾ ഞങ്ങൾ ധരിപ്പിച്ച് ഇവിടെ എത്തുവാൻ സ്വല്പം താമസിച്ചു. അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു വാർത്ത, ഇങ്ങനെ പോയാൽ വൈദ്യുതി ബോർഡ് മറ്റൊരു KRTC ആകും. ആരാ പറഞ്ഞത്? തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ ഭിക്ഷയാചിക്കുന്ന ആൾ പറഞ്ഞതല്ല. അതല്ലെങ്കിൽ കിഴക്കക്കോട്ടയിൽ നിന്ന് KSRTCയുടെ കൗണ്ടറിൽ നിന്നും വിളിച്ചു പറഞ്ഞതല്ല. ഇത് പറഞ്ഞത് KSCBയുടെ ചെയർമാൻ പറഞ്ഞു എന്നാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. ഏതായാലും ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കുമ്പോൾ ചെയർമാൻ പറഞ്ഞതാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മാതൃഭൂമിയുടെ ലേഖകൻ ജയപ്രകാശിനെ ഞാൻ വിളിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട ചെയർമാൻ ഞങ്ങളുടെ ലൈനിൽ എത്തി. അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറയാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ദേശാഭിമാനി പറയുന്നു ഇവിടെ മിച്ചമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ DA കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇപ്പൊ ചെയർമാൻ പറയുന്നു ഇങ്ങനെ പോയാൽ മറ്റൊരു KSRTC ആവുന്നു. പുള്ളി ഉദ്ദേശിച്ചത് എങ്ങനെ പോയാലാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എങ്ങനെയെന്നേ പറഞ്ഞിട്ടുള്ളൂ വാർത്ത. എന്ന് പറഞ്ഞാൽ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുക, സപ്ലൈ കൊടുക്കുക, എഫിഷ്യൻസി കൂട്ടുക. പിന്നെ പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നു ഇപ്പൊ പല ഡിവിഷൻ ഓഫീസുകളിലും ആൾക്കാരെ നിയമിക്കുന്നത് ഒരു ആധാർ കാർഡിന്റെ കോപ്പി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അപ്പോയിന്റ്മെന്റ് ആണ് ഞാൻ കേട്ടോ. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഈ ഡിവിഷനിൽ വളരെ നീറ്റാ. പവർ ഹൗസിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ വളരെ ക്വാളിഫിക്കേഷൻ എല്ലാം നോക്കി സെറ്റപ്പ് നീറ്റിങ് അപ്പോയിന്റ്മെന്റ്. പക്ഷേ കേരളത്തിൽ പല ഡിവിഷൻ ഓഫീസിലും ഈ ബസ്സിൽ കണ്ടക്ടർ ടിക്കറ്റ് കൊടുക്കുന്ന പോലെ ടിക്കറ്റ് എങ്ങോട്ടെന്ന് ചോദിച്ച് ടിക്കറ്റ് കൊടുക്കുന്ന പോലെ. അത് വടക്കൻ മേഖലയിലേക്ക് എന്നാൽ ടിക്കറ്റും കൊടുക്കത്തില്ല, പൈസ മേടിച്ച് ഇങ്ങനെ അടുക്കി പിടിക്കുകയുള്ളൂ അല്ലേ മലപ്പുറത്തൊക്കെ. അപ്പൊ അതുപോലെ പല ഓഫീസുകളിലും രാവിലെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുക. ഇപ്പൊ ബംഗാളികൾ നിൽക്കുന്ന പോലെ KSCBയിലെ ജോലി. അങ്ങനെ ഇഷ്ടക്കാരെ ബന്ധുക്കളെ നിയമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പൊ അതുകൊണ്ടാണോ ഇനി ഇങ്ങനെ പോയാൽ മറ്റൊരു KSRTC ആവുമെന്ന് അദ്ദേഹം പറഞ്ഞത്? UDF സർക്കാരിന്റെ കാലത്ത് KSRTCയിൽ 37,000 ജീവനക്കാരുണ്ടായിരുന്നു. ഇപ്പൊ 27,000 കുറച്ചു. അപ്പൊ KSCBയിലും ഇങ്ങനെ പോയി അവസാനം KSRTC പോലെ ആക്കുമെന്നാണോ? അതോ ഇനി KSRTC പോലെ ശമ്പളവും പെൻഷനും കൊടുക്കില്ലെന്നാണോ അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. എന്താണേലും ഒരു കാര്യം ഉറപ്പാ, നമുക്ക് DA കിട്ടിയില്ലെങ്കിലും പവർ സെക്രട്ടറിക്കും ഫിനാൻസ് സെക്രട്ടറിക്കും ബോർഡ് ചെയർമാനും വൃത്തിയായിട്ട് മുഴുവൻ DA കിട്ടുന്നു. DA മേടിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് തൊഴിലാളിയോട് പറയാ DA തരില്ല. നാളെ ഒളിപ്പണ്ടേ പറയാൻ പറ്റുമോ? ഞാനാണ് മേടിക്കില്ല കേട്ടോ. ഉള്ള കാര്യം ഞാനാണ് ഇതിന്റെ സ്ഥാപനത്തിന് തലവനെങ്കിൽ ഞാൻ ജോലി ചെയ്യിക്കുന്നവരെ കൊടുക്കാത്ത ആനുകൂല്യം ഞാൻ കൈപ്പറ്റില്ല. അതിന് പറയുന്ന ഉളിപ്പന്ന. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പോയാൽ KSRTC ആകും. KSCBയുടെ വായ്പാ തിരിച്ചടവിന് പ്രതിമാസം 300 കോടി രൂപ വേണം. ഈ DAക്ക് പോയ കേസൊക്കെ പറയാത്ത നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരിക്കും. പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇവിടെ കുറെ നല്ല ഓഫീസർമാരുള്ള ഒരു ഓഫീസാണ്. ചീഫ് എഞ്ചിനീയർ ഉണ്ട്, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഉണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, 2 സെക്ഷൻ ഓഫീസറുകളുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ, AXC, അങ്ങനെ എല്ലാ വൻകിട ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു ഓഫീസാകുമ്പോൾ ഇവര് പത്രം മനോരമ വായിച്ച ആൾ ഇത് കാണൂല. മാതൃഭൂമി വന്ന വാർത്തയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അവരൊന്ന് ചർച്ച ചെയ്യണം. ബോർഡിന്റെ ചർച്ചകൾ നടക്കുമ്പോൾ ചെയർമാൻ വിളിക്കുന്ന മീറ്റിംഗിൽ അവർ പോയി പറയണം INTCയുടെ നേതാവ് ഇങ്ങനെ ചില അസംബന്ധമൊക്കെ പറഞ്ഞിട്ട് പോയി സംബന്ധമാണോ അസംബന്ധമാണോ അങ്ങ് പരിശോധിക്കണം എന്ന് നിങ്ങൾക്ക് വന്ന ചർച്ചകളിൽ കോൺഫറൻസുകളിൽ ആവശ്യപ്പെടാൻ വേണ്ടി. കാരണം നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ട് പത്രം വായിക്കാൻ സമയം കിട്ടത്തില്ല ഓഫീസർമാർക്ക്. അതുകൊണ്ട് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ഇത് ഏതായാലും പറയാതിരിക്കാൻ പറ്റൂല. ഇന്നത്തെ വാർത്ത അപ്പൊ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് മാതൃഭൂമി പറഞ്ഞത് ശരിയാണെങ്കിൽ
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര? 300 കോടി ഒരു മാസം. ശമ്പളത്തെക്കാൾ കൂടുതൽ പൈസ വേണമെന്ന് വായ്പ അടയ്ക്കാൻ. ജീവനക്കാർ വിലയിരുത്തുന്ന വിഷയം KSRTCയിലെ വരുമാനം കൊണ്ട് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഡീസൽ വാങ്ങാനും സ്പെയർ പാർട്ട് വാങ്ങാനും പൈസയുണ്ട്. പക്ഷേ KSRTCക്ക് വായ്പ തിരിച്ചടച്ചു കഴിയുമ്പോൾ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് ശമ്പളം കൊടുക്കാൻ പറ്റാത്തത്. ഈ കമ്പനി ചാർജ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ ചാർജിന്റെ പ്രയോറിറ്റി അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യം ഈ ലോണുകളൊക്കെ പിടിച്ചെടുക്കും. അതാണ് KSRTCക്ക് പറ്റുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറയാം. നിങ്ങളൊരു ഹൗസ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശമ്പളം വന്നാൽ ഉടനെ ബാങ്കുകാരാ പണമെടുക്കും, ബാക്കിയെ നമുക്ക് കിട്ടും. അപ്പൊ KSRTCക്ക് ശമ്പളം ഇല്ലാതായെങ്കിൽ അതിന്റെ കാരണം അതാണ്. നമ്മൾ നാളുകളായിട്ട് പറയുന്നു, നമ്മുടെ പ്രതിപക്ഷ നേതാവ് നാളുകളായിട്ട് പറയുന്നു KSEBക്ക് 30,000 കോടി കടമുണ്ടെന്ന് പറയുമ്പോൾ ആരും മിണ്ടുന്നില്ല. ഞാൻ വിവരാവകാശമായി ചോദിച്ചപ്പോൾ എനിക്ക് തന്ന മറുപടി 8,000 കോടി കടമെന്ന്. 8,000 കോടി കടം എന്ന് പറയുമ്പോൾ 300 കോടി എങ്ങനെ മാസം റീപേയ്മെന്റ് വരുന്നു? 300 കോടി തിരിച്ചടവിന് വേണമെന്ന് പറഞ്ഞാൽ ഒരു 200 കോടി പ്രിൻസിപ്പൽ റീപേയ്മെന്റും 100 കോടി പൈസ. അപ്പൊ സാധാരണക്കാരന്റെ ഭാഷയിൽ ഒരു കാര്യം ഞാൻ അവതരിപ്പിക്കുക. 200 കോടി തിരിച്ചടവുണ്ടെന്ന് വെച്ചു, അല്ല 200 കോടി പലിശ ഉണ്ടെന്ന് വെക്കുക, 100 കോടി പ്രിൻസിപ്പൽ തിരിച്ചടച്ച. അപ്പൊ 200 കോടി പലിശ ഉണ്ടെങ്കിൽ നമ്മുടെ മുതൽ എത്ര കാണുക? പുറകോട്ട് ചിന്തിച്ചാൽ മതി. ഡിവിഷണൽ അക്കൗണ്ടന്റുമാരൊക്കെ ഉണ്ട്, നിങ്ങളത് കൂട്ടി നോക്കിക്കോ. ഞാൻ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറയാം. നമ്മളിപ്പോ 1 ലക്ഷം രൂപ കൊണ്ട് ഈ ബാങ്കിൽ വിട്ടാൽ 10% വെച്ച് 10,000 രൂപ കിട്ടും. ആവറേജ് നമ്മളൊരു മാസം 1000 രൂപ നമുക്ക് കൂട്ടി. അപ്പൊ 1000 രൂപ പലിശ കിട്ടുകയാണെങ്കിൽ എത്ര മുതലുണ്ട്? 1 ലക്ഷം. 1 ലക്ഷത്തിന് 1 എഴുതിയിട്ട് എത്ര പൂജ്യമുണ്ട്? 5 പൂജ്യം. 1000 എന്ന് പറഞ്ഞാലോ 1 എഴുതിയിട്ട് എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യം. അപ്പം പലിശ കിട്ടുന്നതിനേക്കാൾ എത്ര പൂജ്യം കൂടെ മുതൽ കൂടുതൽ കിട്ടും? 2 പൂജ്യം കൂടെ മുതൽ കൂടുതൽ കിട്ടും, ഇല്ലയോ? അപ്പൊ 200 കോടി പലിശ കൊടുക്കുന്നുണ്ടെങ്കിൽ ബോർഡിന്റെ കട എത്ര കാണുക? 200 കോടിയുടെ കൂടെ 2 പൂജ്യം കൂടി ഇടുക. എത്ര? 20,000 കോടി. അപ്പൊ 20,000 കോടി കടമില്ല ഈ സ്ഥാപനം. UDF സർക്കാർ ഭരണത്തിൽ നിന്ന് പോകുമ്പോൾ KSEBയുടെ അന്ന് വരെയുള്ള കടം, അതായത് KSEB ഉണ്ടായ 1957 മുതൽ 2016 വരെ ഉണ്ടായിരുന്ന ആകെ കടം 4,034 കോടി രൂപ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, KSEBയുടെ അക്കൗണ്ട്സ് ഉള്ളത്. അത് ഞാൻ വിവരാവകാശം ചോദിച്ചപ്പോൾ 8,000 ആയതിനെ സംബന്ധിച്ചിട്ടുള്ളൂ. ഇപ്പൊ 20,000 കോടിയായി. 16,000 കോടി രൂപ KSEBക്ക് കടമായെങ്കിൽ ഇവിടെ എത്ര മെഗാവാട്ട് പദ്ധതി വന്നു? ഇന്റർനാഷണൽ കണക്കനുസരിച്ച് ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടെയാണെങ്കിൽ പോലും സ്ഥലം വാങ്ങി ഡാം പണിത് ജനറേറ്റർ വെച്ചാൽ 1 മെഗാവാട്ടിന് ഇപ്പോൾ ഏതാണ്ട് 8 കോടിയായിട്ട് താങ്ങുകയാണെങ്കിൽ 1000 മെഗാവാട്ട് വന്നാലും 8,000 കോടി ആവുള്ളൂ. അപ്പോൾ ഈ പണം ഇവിടെ പോയി ആർക്ക് കൊടുത്തു? KSEBയുടെ പാസ്ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് ഞങ്ങൾ അതാണ് പറയുന്നത്. UDF സർക്കാർ ഭരിക്കുമ്പോൾ KSEBയെ ലാഭത്തിലാക്കിയിട്ട് 1 യൂണിറ്റ് വൈദ്യുതിക്ക് 20 പൈസ ജനങ്ങൾക്ക് കുറച്ചു കൊടുത്തെങ്കിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 2 പ്രാവശ്യം വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരല്ല, പക്ഷേ അത് സ്ഥാപനം നഷ്ടത്തിലോടാതിരിക്കാൻ ചാർജ് വർദ്ധിപ്പിക്കണം. ഇതാ ഇപ്പൊ 3ാമത് വർദ്ധിപ്പിക്കാൻ പോവാ. ന്യായമാണേ വർദ്ധിപ്പിക്കണം. പക്ഷെ ഇവിടെ അഴിമതിയും ദൂർത്തും കൊണ്ട് ചാർജ് വർദ്ധിപ്പിച്ച് ജനം ഓഫീസിൽ കയറി അടിക്കുമ്പോൾ അടി കിട്ടുന്നത് ചീഫ് എഞ്ചിനീയർക്കല്ല, അടി കിട്ടുന്നത് ചെയർമാൻ അല്ല, അടി കിട്ടുന്നത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും അല്ല, ലൈൻമാൻ അടി കിട്ടുന്നവർക്ക്. അപ്പോൾ വൈദ്യുതി ചാർജ് 3 പ്രാവശ്യം വർദ്ധിപ്പിച്ചു. UDF സർക്കാരിന്റെ കാലത്ത് 1 യൂണിറ്റിന് 20 പൈസ കുറച്ചു കൊടുത്തു. അപ്പൊ ഇവിടെ പണം എങ്ങനെ, ഈ ബാധ്യത എങ്ങനെ വന്നു, കടം എങ്ങനെ വന്നു? ഞങ്ങൾ പറയാം, 4 രൂപ 29 പൈസയ്ക്ക് 25 വർഷത്തേക്ക് UDF സർക്കാരിന്റെ കാലത്ത് വെച്ച് വൈദ്യുതി കരാർ റദ്ദ് ചെയ്തിട്ട് 7 രൂപ 80 പൈസയ്ക്ക് വൈദ്യുതി വാങ്ങിയവന്മാർ എല്ലാവരും സമാധാനം പറയേണ്ടി വരും.
ലൈൻമാനാണോ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറോ അല്ല കേട്ടോ. പാവപ്പെട്ടവർ ഇങ്ങനെയുള്ള ഓഫീസിൽ ഇരിക്കാന്നേ ഉള്ളൂ. അതൊക്കെ മുകളിലിരിക്കുന്ന തമ്പ്രാക്കന്മാരുടെ തീരുമാനങ്ങളാണ്. അപ്പം റെഗുലേറ്ററി കമ്മീഷനാണ് പറയുന്നത് 4 രൂപ 29 പൈസയുടെ കരാറുള്ള വൈദ്യുതി വേണ്ടാന്ന് വെക്കാമോ? അതേ റെഗുലേറ്ററി കമ്മീഷനെതിരെ നമ്മൾ വെച്ചപ്പോൾ ഗവൺമെന്റിന് നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ ഗവൺമെന്റ് പറയുന്നു കമ്മീഷന്റെ തീരുമാനം പിൻവലിക്കണം. കമ്മീഷൻ അവരുടെ തീരുമാനം പിൻവലിച്ചു. ഞാൻ ചോദിക്കട്ടെ, റെഗുലേറ്ററി കമ്മീഷൻ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി അല്ലേ? പ്രതിവർഷം 14 കോടി രൂപയൊക്കെ 5-6 പേർക്ക് ശമ്പളം കൊടുത്ത് ഇരുത്തുന്ന കമ്മീഷന് ഒരു തീരുമാനം എടുക്കുമ്പോൾ തീരുമാനം ശക്തമായിട്ടുള്ളതല്ലേ എടുക്കേണ്ടത്? അപ്പൊ അവരുടെ തീരുമാനം അവർ റദ്ദ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് തെറ്റുപറ്റിയെന്നല്ലേ? ഇത് തെറ്റുപറ്റിയതല്ല കേട്ടോ. അവര് കരാറ് റദ്ദ് ചെയ്തു, ഒച്ച വെച്ചപ്പോൾ നമ്മൾ എതിർത്തപ്പോൾ അവർ റദ്ദ് ചെയ്ത തീരുമാനം റദ്ദ് ചെയ്തു, അടിച്ചവനെ വീണ്ടും അടിച്ചു. എന്നിട്ട് കമ്പനിക്കാരനോട് പറഞ്ഞു കരാർ റദ്ദ് ചെയ്തതുകൊണ്ട് കരാർ ഇപ്പൊ ഉണ്ട്, നിങ്ങൾ വൈദ്യുതി തരണം. ചുമ്മാ പറഞ്ഞതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? കമ്പനിക്കാരനോട് ഇവർ നേരത്തെ രാത്രിക്ക് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യും, കരാർ റദ്ദ് ചെയ്തിട്ട് ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾ വൈദ്യുതി തരൂല എന്ന് പറയണം. തരൂല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലാഭം. കാരണം എന്താ? 4 രൂപ 29 പൈസക്കല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടത്. അദാനിക്ക് ഞങ്ങൾ കൊടുക്കുന്ന 7.80-നല്ലേ? അപ്പൊ അദാനി 7.80-ൽ 50 പൈസ നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾക്ക് ഒരു പണിയും ചെയ്യാതെ ചുമ്മാതിരിക്കുമ്പോൾ 50 പൈസ കിട്ടും. അദാനിക്കും കിട്ടും, അദാനി ഞങ്ങൾക്കും തരും. അങ്ങനെ അദാനിക്കും സുഖം, ഞങ്ങൾക്കും സുഖം, എല്ലാവർക്കും സുഖം, മൊത്തം സുഖം. സുഖമേ സുഖം. അദാനി ഇപ്പൊ അമേരിക്ക കിടന്ന് വെള്ളം കുടിക്കുക. ആന്ധ്ര ഗവൺമെന്റ് അദാനിയായിട്ട് വെച്ച കരാർ റദ്ദ് ചെയ്യാൻ പോവാ. അദാനിയായിട്ട് ഏർപ്പാടുള്ളതിന്റെ മുഴുവൻ അന്വേഷണം നടത്തണം. മൊബൈൽ ഫോണും അക്കൗണ്ടും ഒക്കെ അന്വേഷിക്കണം, എന്നാലേ ശരിയാവൂ. റെഗുലേറ്ററി കമ്മീഷനും ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കേസെടുക്കാമെങ്കിൽ എടുത്തോ, റെക്കോർഡ് ചെയ്ത് വെച്ച് കൊടുത്തോ. അവരുടെ കമ്മീഷന്റെ ഹിയറിംഗിൽ ഞാൻ പോയി പറഞ്ഞതാ. അപ്പൊ കമ്മീഷൻ പറഞ്ഞു ഇവിടെ കവലപ്രസംഗം ഒന്നും വേണ്ടാന്ന്. നമ്മൾ കവലപ്രസംഗം നടത്തും, അത് വേറെ കാര്യം. നമ്മുടെ പണി അതൊക്കെ തന്നെയാണ്. അപ്പൊ കമ്മീഷനും ഗവൺമെന്റും ബോർഡും സാറന്മാരെല്ലാം കൂടെ ചേർന്നാണ് കരാർ റദ്ദാക്കി. അങ്ങനെ ചെയ്യുന്ന സാറന്മാരാണ് പറയുന്നത് എഫിഷ്യൻസി 0.001% കുറഞ്ഞു പോയാൽ മെമ്മോ കൊടുക്കും. നിങ്ങൾ മെമ്മോ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൃത്യമായിട്ട് DA വാങ്ങി കൊടുക്കണം. DA ജീവനക്കാർക്ക് അർഹതപ്പെട്ടതല്ലേ? 18% DA അല്ലേ കുടിശ്ശിക? DA ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിക്കുന്നു. ബോർഡിന് ഞങ്ങൾ പല കത്തുകൾ കൊടുക്കുന്നു. ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയിൽ കേസ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. കോടതി കേസ് വിളിപ്പിക്കുമ്പോൾ പറയുന്നു ഇന്ന് ബോർഡ് സെക്രട്ടറിക്ക് നഖത്തിന്റെ അടിയിൽ വേദന, അതുകൊണ്ട് മറുപടി തയ്യാറാക്കാൻ പറ്റിയില്ല. അപ്പം അവര് തന്നെ ധരിച്ചിട്ടുണ്ട് കാലു വെച്ചാണോ എഴുതുന്നത്. തൊട്ടടുത്ത ദിവസം മറുപടി കൊടുക്കേണ്ട ദിവസം ഫിനാൻസ് ഡയറക്ടർക്ക് വയറ്റിൽ വേദന, അതുകൊണ്ട് ഞങ്ങൾക്ക് മറുപടി തയ്യാറാക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവരുടെ വയറ്റിൽ വേദന, കാലിന് വേദന, തലവേദന, അങ്ങനെ മൊത്തത്തിൽ വേദനയായിട്ട് 8 പ്രാവശ്യം ഈ കേസ് മാറ്റിവെപ്പിച്ചു. അവസാനം ഞങ്ങൾ കോടതിയിൽ കേസെടുപ്പിച്ചപ്പോൾ എന്റെ ബോർഡ്, എനിക്ക് അന്നം തരുന്ന ബോർഡ്, ഞാൻ വിശ്വസിക്കുന്ന ബോർഡ്, നമ്മുടെ ബോർഡ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശമ്പളം തരുന്ന ബോർഡ് അവിടെ വന്ന് പറഞ്ഞത് എന്തെന്നറിയാമോ? ഇവിടെ പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, നമ്മളെന്തോ കേസിന് പോയെന്നോ കുഴപ്പിച്ചു. നമ്മൾ വെറുതെ കേസിന് പോയതല്ല, കയ്യിലിരിക്കുന്ന കാശ് കളയാനായിട്ട് ആർക്കെങ്കിലും നിർബന്ധമുണ്ടോ? ബോർഡ് പറഞ്ഞത് എന്താണെന്നറിയാമോ? അയ്യോ കോടതി, ഞങ്ങൾ DA കൊടുക്കാൻ തീരുമാനിച്ചതാണ്. സെപ്റ്റംബർ മാസത്തിലെ ബോർഡ് യോഗത്തിൽ ഫിനാൻസ് സെക്രട്ടറിക്ക് മുൻകൊലിപ്പായിരുന്നത് കൊണ്ട് ബോർഡ് മീറ്റിംഗ് കൂടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ നവംബർ മാസത്തിലെ ബോർഡ് യോഗത്തിൽ DA കൊടുക്കും. അപ്പൊ കോടതി നമ്മളോട് ചോദിക്കുന്നു, അപ്പൊ നവംബർ മാസത്തിൽ കൊടുക്കാമെന്ന് ബോർഡ് പറയുന്നു. വിശദമായ അന്വേഷണം വേണോ? അന്വേഷണമല്ല, വാദം വേണോ? നമ്മൾ പറയുന്നു, കാരണം നമ്മൾ വാദം വേണമെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയ DA താമസിച്ചാൽ വീണ്ടും നമുക്കെതിരെ ഒരാള് 6 മണിക്ക് റോക്കറ്റുമായിട്ട് ഇറങ്ങുന്ന ഒരാളുണ്ട് അല്ലേ? 6 മണിക്ക് ഓരോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോ റോക്കറ്റിങ് വരും. സഹാക്കളെ, സുഹൃത്തുക്കളെ, DA താമസിപ്പിച്ചത് INTUC-കാരാണ്. അവര് വിശദമായ അന്വേഷണം കൊടുത്തു, സഹാക്കളെ എതിർക്കണമെന്ന് പറയും. അപ്പൊ പിന്നെ സഹാക്കളെല്ലാം നമ്മുടെ നിലയ്ക്ക് വരും. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വേണ്ട, വാദം വേണ്ട. കാരണം ബോർഡ് കൊടുക്കാൻ
കൊടുക്കാമെന്ന് പറഞ്ഞു. എന്റെ ബോർഡിന്, ഞങ്ങളുടെ ബോർഡിന് ഞങ്ങൾ വിശ്വാസമാണ്. കോടതി കേസെടുക്കും, ഗുമസ്തൻ എന്നെ വിളിക്കുന്നു, പെട്ടെന്ന് ആരോടും ചോദിക്കാതെ തീരുമാനമെടുത്ത് പറയുക. അങ്ങനെ കോടതി കേസ് ഡിസ്പോസ് ആയി. നവംബർ മാസത്തിലെ ബോർഡ് യോഗം വരുമ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. കാരണം പറഞ്ഞത് ആരാ? KSEB-യുടെ അഫിഡവിറ്റാ ഞങ്ങൾ നവംബർ മാസത്തിൽ DA കൊടുക്കുന്നു. എന്നിട്ട് എന്താ പറ്റി? നവംബർ മാസത്തിലെ ബോർഡ് ഉത്തരവിൽ ബോർഡ് പറയുന്നു DA അനുവദിക്കുന്നതിനെ റെഗുലേറ്ററി കമ്മീഷൻ എതിർത്തിരിക്കുന്നു. കാരണം ശമ്പള വർഷണ കരാറിന് അംഗീകാരമില്ലാത്തതുകൊണ്ട് DA കൊടുക്കാൻ പറ്റില്ല എന്ന് കമ്മീഷൻ പറഞ്ഞു. ഏത് കമ്മീഷൻ? മറ്റേ കമ്മീഷൻ. ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഓർഡർ ഇറക്കുന്നവനൊരു സാമാന്യ ബുദ്ധി വേണ്ടേ? DAക്കൊപ്പം HRA നമുക്ക് കിട്ടുന്നില്ലേ? മറ്റലവൻസ് കിട്ടുന്നില്ലേ? ശമ്പളം തരുന്നില്ലേ? അതിനൊന്നും കരാറിന് അംഗീകാരം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ തരുന്നത്? എന്നിട്ട് വെറുതെ DAക്ക് കരാർ പറ്റില്ല എന്ന് പറഞ്ഞ് ഓർഡർ ഇറക്കി. അപ്പൊ DAക്ക് കരാറിന് അംഗീകാരം ഉണ്ടായിട്ടാണോ DA അപ്പം തന്നത്? ഈ കരാറിന് അംഗീകാരം ഇല്ലെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ഗവൺമെന്റ് അറിഞ്ഞില്ല എന്ന് പറയുന്നു. ബോർഡ് ചെയർമാൻ IAS-കാരൻ ഗവൺമെന്റ് ആളല്ലേ? പവർ സെക്രട്ടറി IAS-കാരൻ ബോർഡിന്റെ ഗവൺമെന്റിന്റെ ആളല്ലേ? DA കിട്ടുന്നവരാ കേട്ടോ അവരൊക്കെ. നിങ്ങൾക്ക് DA കിട്ടത്തില്ല, ലൈൻമാന് DA കിട്ടത്തില്ല, ചെയർമാൻ DA കിട്ടും. ലൈൻമാൻ ലൈനിൽ കയറും, ചെയർമാൻ ചെയറിലിരിക്കും. അതാണ് വ്യത്യാസം. അപ്പൊ ഫിനാൻസ് സെക്രട്ടറിക്കും DA കിട്ടും. അദ്ദേഹം ബോർഡിന്റെ ആൾ IAS-കാർ. ഇവര് 3 പേരും കൂടെ ചേരുന്ന ബോർഡ് ഇറക്കിയ ഉത്തരവല്ലേ ഈ ശമ്പള വിഷയത്തിന്റെ കരാറ്? സംഘടനകളുമായി ചർച്ച ചെയ്ത് മന്ത്രിയുടെ നേതൃത്വത്തിൽ സംശയം വരുമ്പോൾ, തർക്കം വരുമ്പോൾ നമ്മൾ പോയി മന്ത്രിയോട് ചോദിക്കും. മന്ത്രി തീരുമാനമെടുക്കുന്നു. മന്ത്രി ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ആര്യാടനായിക്കോട്ടെ, AK ബാലനായിക്കോട്ടെ, MM മണി ആയിക്കോട്ടെ, ആര് ചെയ്താലും മന്ത്രി ഗവൺമെന്റ് ഭാഗമല്ലേ? അപ്പം മന്ത്രിയും പവർ സെക്രട്ടറിയും ഫിനാൻസ് സെക്രട്ടറിയും ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നവരും ഉൾപ്പെടുന്ന ആ ബോഡി ഇറക്കിയ ബോർഡ് പ്രകാരമുള്ള ശമ്പള വർഷത്തിന് അംഗീകാരത്തിന് കമ്മീഷൻ പറഞ്ഞാൽ ഏത് കമ്മീഷൻ? കമ്മീഷനോട് വേറെ പണി നോക്കാൻ പറയണ്ടേ? കമ്മീഷന് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് അക്കൗണ്ട്സിൽ ഇരിക്കുന്നവർ നോക്കി അറിയാം കേട്ടോ. റെഗുലേറ്ററി കമ്മീഷൻ നമ്മളോട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എത്ര? 50 രൂപ അല്ലേ? ആ റെഗുലേറ്ററി കമ്മീഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്ന കോടികളാണ്. 1 കോടി, 2 കോടി അത് മേടിക്കുന്ന കമ്മീഷനാണ് പറയുന്നത്. ശമ്പള വർഷത്തിന് അംഗീകാരം കൊണ്ടില്ലാത്തതുകൊണ്ട് DA കൊടുക്കാൻ പറ്റൂല. അപ്പൊ കോടതി നമ്മളെ വീണ്ടും കോടതിയിൽ ഹർജി വലിയപ്പോൾ കോടതി നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഈ ഓർഡറിനെ ചലഞ്ച് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോവാണ്. 15 ദിവസം കൂടെ സമയം നമ്മുടെ 6 മണി മെസ്സേജ് കൊടുക്കുമ്പോൾ ആളിനോട് കൊടുക്കുകയാണ്. അംഗീകാരമുള്ള സംഘടനയ്ക്ക് 53 വയസ്സുള്ള 53 അംഗീകാരമുള്ള സംഘടനയ്ക്ക് കൊടുക്കുകയാണ്. കാരണം നമ്മൾ പോയി കഴിയുമ്പോൾ അവർ പറയും ഞങ്ങൾ മന്ത്രിയായിട്ട് ചർച്ച ചെയ്തു. ഞങ്ങൾ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മന്ത്രിയായിട്ട് ചർച്ച ചെയ്യുന്ന ഇൻഡസ്ട്രിക്കാരുടെ. അപ്പൊ മന്ത്രിയായിട്ടോ ചെയർമാനുമായിട്ടോ അല്ലെ കേന്ദ്ര മന്ത്രിയായിട്ടോ ആരുമായിട്ട് വേണമെങ്കിൽ ചർച്ച ചെയ്തു. നിങ്ങൾ പെട്ടെന്നൊന്ന് മേടിച്ചേ, ജീവനക്കാർക്ക് കിട്ടണോ? ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റും വേണ്ട. അല്ലെങ്കിൽ ഞങ്ങൾ ഒരു അരപ്പണി പണിയും, ഞങ്ങൾ കോടതി പോകും. കിട്ടുമോ കിട്ടാതിരിക്കുമോ? എന്തേലുമൊക്കെ ചെയ്യണത്. മലപ്പുറത്തെ കൊച്ചു പയ്യൻ പറഞ്ഞോലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. ചിലതൊക്കെ നടക്കും, ചിലതൊക്കെ നടക്കില്ല. നമ്മൾ ചെയ്യും, നമ്മളിലേക്ക് പോകും. അതുപോലെ വർക്കർമാരുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയിൽ ഒരു കോടതിയലക്ഷ്യ ഹർജി വന്നിട്ട് 2 വർഷമായിട്ടും ആ കേസ് എടുപ്പിക്കാൻ പറ്റിയില്ലെന്ന് ആരോടാ പറയുന്നത്? അവിടെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ വെക്കണമെന്ന് 2 വർഷമായിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഇപ്പോഴല്ലേ വെച്ചത്? നമ്മൾ മറ്റൊന്നുകൊണ്ടും അല്ല പറഞ്ഞത്. ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് പറയുമ്പോൾ കോടതി പോകുമ്പോൾ ചിലപ്പോൾ മുൻകഴിഞ്ഞ് മുമ്പ് കൊടുക്കാനൊക്കെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ വാദം ജയിക്കില്ല, കേസ് വെച്ചു. അതുകൊണ്ടാണ് ഒരു മിടുക്കനായ വക്കീലിനെ വെക്കണമെന്ന് പറയുന്നത്. അതിപ്പോ ആര് ഭരിച്ചാലും സ്റ്റാൻഡിംഗ് കൗൺസിൽ വരുമ്പോൾ പൊളിറ്റിക്കലായിട്ടൊക്കെ വരും. അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോട്ടെ, അതൊക്കെ കൊടുത്തോട്ടെ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാൻഡിംഗ് കൗൺസിൽ ഒരു സ്പെഷ്യൽ വക്കീലിനെ വെക്കണമെന്ന് പറഞ്ഞ് ഇപ്പം വെച്ചു. 2 വർഷം നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടു കോൺഫെഡറേഷൻ INTUC. പക്ഷെ ഇപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. ഇനിയും ചെയ്യേണ്ട എന്താണ്? സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷൻ 2023 അനുസരിച്ച് 8/6/2023 വരെയുള്ള എല്ലാവരും സംരക്ഷിച്ചിരിക്കുകയാണ്. ആ ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ എഴുന്നേറ്റ് നിന്ന് കാണിക്കണം, അത് പറയണം. അത് മാത്രം പറഞ്ഞാൽ മതി. 8/6/2023 വരെ സർവീസിൽ വന്നിട്ടുള്ള നിലവിലുള്ള
കോടതി അഭിഷേകത്തിൽ നിൽക്കില്ല. ആ ഉത്തരവ് മേടിച്ച് INTUC അതൊന്നും കോടതി പറയണ്ട കേട്ടോ. ചിലപ്പോൾ പറഞ്ഞാൽ ഇവരെല്ലാം പറയും, കാണാൻ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞാൽ INTUCക്കാർ മേടിച്ച ഉത്തരവാണ്. സെൻട്രൽ സിറ്റി അതോറിറ്റിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയത് ഞങ്ങളാണ്. CA റെഗുലേഷൻ 2023 ഡ്രാഫ്റ്റ് വന്നപ്പോൾ അതിന് മറുപടി കൊടുക്കാത്ത ബോർഡാണ്. ഒന്നിനും കൊള്ളാത്ത ബോർഡെന്ന് പറയാം. നമുക്കൂടെ നാണക്കേടാ. നമ്മുടെ ബോർഡ്, നമുക്ക് ശമ്പളം കിട്ടുന്ന ബോർഡിൽ ആ ബോർഡ് ഒന്നിനും കൊള്ളൂല്ല എന്നൊക്കെ പറയാം. പിന്നെ നമ്മുടെ ഗവൺമെന്റായിട്ട് പറയാം. സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷൻ വന്നപ്പോൾ അതിന്റെ ഡ്രാഫ്റ്റിന് മറുപടി കൊടുക്കണ്ടേ? ഡ്രാഫ്റ്റിന് മറുപടി കൊടുക്കേണ്ട ഡേറ്റിന് കഴിഞ്ഞപ്പോൾ ഞാൻ വിവരാവകാശം വിട്ടു, നിങ്ങൾ മറുപടി കൊടുത്തോ? അപ്പോൾ കൊടുത്തില്ല. ഒരു 8 ദിവസം കഴിഞ്ഞത്തെ ഡേറ്റില് പെട്ടെന്ന് തല്ലിക്കൂട്ടി ഒരു മറുപടി കൊടുത്തു. അവർ മറുപടി അവിടെ വായിക്കൂട്ടി. കാരണം എന്തുവാ? ഡേറ്റ് കഴിഞ്ഞു പോയി. ആ ഡ്രാഫ്റ്റിന്റെ മറുപടിയിൽ ബോർഡ് സ്പെല്ലിംഗ് കറക്ഷൻ അവർ ചെയ്യുന്നത്. നമ്മുടെ ഈ റോഡുണ്ടല്ലോ, നിങ്ങളുടെ പൈപ്പ്, അതിന്റെ സ്പെല്ലിംഗ് ROD. അപ്പൊ ഈ ഡ്രാഫ്റ്റിനകത്ത് അവിടുത്തെ ടൈപ്പിസ്റ്റ് തെറ്റിപ്പോയി. ടൈപ്പിസ്റ്റ് ROAD എന്ന് ടൈപ്പ് ചെയ്തു. അപ്പൊ ബോർഡ് സാറന്മാരെന്ന് അറിയാമോ, ഡ്രാഫ്റ്റിന്റെ അകത്ത് കറക്ഷൻ വരുത്തി. The spelling of ROAD may be corrected as ROD. ഞങ്ങൾ ചെന്നപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ സ്പെല്ലിംഗ് കറക്റ്റാൻ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട്. നിങ്ങൾ എന്തിനാ ഇത്രയും കുറെ ആൾക്കാരെ വൈദ്യുതി ഭവൻ എന്ന് പറയുന്ന കെട്ടാപ്പീസ് കൊണ്ട് വെച്ചിരിക്കുന്നത്? അപ്പൊ ബോർഡ് കൊടുത്ത മറുപടിയാ. അതുപോലെ അവരെ ടൈപ്പ് ചെയ്തിട്ട് ലൈറ്റിങ്ങിന്റെ സ്പെല്ലിംഗ് തെറ്റുണ്ടായിരുന്നു, അതും തിരുത്തി കൊടുത്തു. അവര് ചോദിച്ചത് ഇതിനകത്ത് ടെക്നിക്കൽ ഫാക്ട്സ് ആണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ വിവരാവകാശം മേടിച്ചതാണ്. അതുകൊണ്ട് എൽഎസ്ടി വർക്കർമാരുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജാനുവരി ഇനി ഇക്കൊല്ലം വരുത്തേയില്ല കേസ്. അടുത്ത വർഷം കേസ് വരുമ്പോൾ ഈ വിഷയങ്ങൾ അവതരിച്ച് ബോർഡ് അനുകൂല വിധി വാങ്ങിയെടുത്തവർക്ക് പ്രമോഷൻ കൊടുക്കണം. കാരണം അവർക്ക് ഗ്രേഡ് ആകാനായി 10 വർഷമായാലും അവർക്ക് ഗ്രേഡ് കിട്ടും. പിന്നെ പ്രമോഷൻ കിട്ടുന്നതിന് എന്താ കാര്യം? അപ്പോ എന്നോട് പറയാണ് ഒരു ഓഫീസർ പറഞ്ഞതാ, 10 വർഷം കഴിഞ്ഞാൽ ഗ്രേഡ് ആയാലും പ്രൊമോഷൻ പിന്നെ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പ്രൊമോഷൻ കിട്ടുമ്പോഴല്ലേ അവർക്കൊരു ഗമയ്ക്ക് പോസ്റ്റേ കയറാൻ പറ്റുള്ളൂ. വർക്കർക്ക് പോസ്റ്റേ കയറാൻ നിയമമില്ലല്ലോ. പ്രൊമോഷൻ കിട്ടി ലൈൻമാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഗ്യാസ്റ്റേ കയറുമ്പോൾ നല്ല ഗമയ്ക്ക് ഇറക്കാവും. ഇങ്ങനെയുള്ള കുറെ തൊലമ്പാന്മാരാണ് ഈ സ്ഥാപനത്തെ നശിപ്പിക്കുന്നത്. ആ KSEBയുടെ കടവില്ലേ ഞാൻ പറഞ്ഞ 25,000 കോടി, അതെങ്ങനെയാ വന്നെന്നറിയാമോ? ഈ വൈദ്യുതി ചാർജ് കരാറ് വേണ്ടാന്ന് വെച്ചത് വഴി കോടികളുടെ നഷ്ടം വന്നു. 1 നമ്പർ 1. നമ്പർ 2, പുരയുടെ പുറത്തുകൊണ്ട് സോളാർ വെച്ചില്ലേ? അറിയാവുന്ന ഓഫീസർമാര് ഇറങ്ങി നിന്ന് പ്രതികരിച്ചോ? ചങ്കുറ്റത്തോടെ തന്റെ അടുത്തോടെ സമ്മതിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്. KSEBയുടെ ചെലവിൽ കൊണ്ട് ഈ പുരയുടെ പുറത്ത് വെച്ച സോളാർ ഏതെങ്കിലും ക്ലീൻ ചെയ്യുന്നതായിട്ട് ആർക്കെങ്കിലും പറയാമോ? കോടികൾ വെള്ളത്തിലാക്കിയില്ലേ? പുരപ്പുര സോളാറിന്റെ ബില്ലിംഗ് അത് നെറ്റ് മീറ്ററിംഗ് ആക്കിയത് വഴി പ്രതിമാസം 40 കോടി രൂപ നഷ്ടമില്ലേ? ചാർജിംഗ് സ്റ്റേഷൻ പലയിടത്തും പോർട്ടുകൾ മുഴുവൻ എന്താണെന്നറിയോ? ഞാൻ ഒരു സ്ഥലത്ത്, ഞാൻ അറിയാവുന്ന സ്ഥലം പറഞ്ഞു, ഞാൻ പറയുന്നത് ശരിയല്ല, ഒരു സ്ഥലത്ത് ഇതുപോലെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ആ പോർട്ടുകളൊക്കെ KSEBയുടെ പോർട്ടുകളൊക്കെ ഞാൻ പല വീഡിയോയും വഴിയെ പോകുമ്പോൾ കാണാൻ വെച്ചിട്ടുണ്ട്. അത് വർക്ക് ചെയ്യത്തില്ല, ഇപ്പോഴത്തെ വണ്ടിക്ക് കൊള്ളൂല, ഇനിയും ഇറങ്ങാൻ പോകുന്ന വണ്ടികൾക്കാണെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു. അപ്പോൾ എന്നെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഡെപ്യൂട്ടി സി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പോലുള്ള ആൾക്കാർ പറയുന്നത് ആൾക്കാർ ശ്രദ്ധിക്കും, അതുകൊണ്ട് തെറ്റുകൾ ആവർത്തിക്കരുത്. ഞാൻ ചോദിച്ചു, സാർ എന്തോ തെറ്റ്? എന്റെ സുഹൃത്തെ, അത് വരാൻ പോകുന്ന വണ്ടിയുടെ ആയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം വരാൻ പോകുന്നതിനെ ഉപയോഗിക്കാം. ദിസ് ഈസ് ക്വസ്റ്റ്യനേറ്റഡ് എന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിനിയും അത് കുത്താനുള്ള ഒരു വണ്ടി വരാനേ പോകുന്നില്ല. കാരണം കഴിഞ്ഞു പോയ വണ്ടികളുടെ പോട്ട അത് വെച്ചേക്ക്, അതാണ് വർക്ക് ചെയ്യാത്തത്. അതിന് കോടികൾ മുടക്കി. കാസർഗോഡ് സോളാർ പാർക്ക് വേണ്ടാന്ന് വെച്ചു. ആര്യാടെ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ സോളാർ പാർക്കിൽ 500 മെഗാവാട്ട് ഉണ്ടല്ലേ അനുവാദം ലഭിക്കുകയാണെങ്കിലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും 200 മെഗാവാട്ടിന് ആര്യാടൻ സാർ സാങ്ഷൻ മേടിച്ചു. എങ്ങനെ? BJP ഭരിക്കുന്ന 2 സംസ്ഥാനത്ത് 200 കൊടുത്തു. പുള്ളി കണ്ടുപിടിച്ച് പറഞ്ഞു നടക്കൂല, എനിക്കൂടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ച 200 കാസർഗോഡ് സോളാർ പാർക്ക് ഭരണം വന്നപ്പോൾ 50 മെഗാവാട്ട് കുറച്ചു. അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, സാർ നമുക്ക് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു, സാർ നമുക്ക് ഇതൊരു പാർട്ടി ഗ്രാമമാക്കാം സാർ, ഇവിടെ ഒരു പോളിടെക്നിക് പണിയാൻ സൗകര്യമുണ്ട് സാർ. അങ്ങനെ ക്യാൻസൽ ചെയ്തു. എന്നിട്ടാണ് പറയുന്നത് കേരളത്തിന്റെ കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള വീടുകളുടെ മോളിൽ കൊണ്ടേ വെച്ചു. കോടികളുടെ നഷ്ടം വന്നു. അപ്പൊ KSEB തൊടുത്തത് മുഴുവൻ പണ്ടൊരാൾ പറയല്ലേ, അവൻ തൊടുന്നത് മുതൽ പൊന്നാക്കും, അവൻ പൊന്നല്ലടാ പൊന്നപ്പനാന്ന് പറയുന്ന പോലെ
സുരേഷ്. വാതിൽപ്പടി സേവനം വന്നപ്പോഴത്തെ അവസ്ഥ അറിയാവോ? പണ്ട് ഇപ്പൊ വന്ദേ ഭാരത് ട്രെയിൻ പോയി, ഇപ്പൊ അതിന് ട്രെയിനില്ല പോന്ന വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോ മറ്റെല്ലാ ട്രെയിനും ഡിലേ. ഞാനിവിടെ ജനസാധ്യത വന്ന് അതിനെ പിടിച്ചിട്ടു എന്ന് പറഞ്ഞാൽ വാതിൽപ്പടി വന്നതോടെ ബാക്കിയെല്ലാം ഡിലേ. ഇപ്പൊ ജീവനക്കാരുടെ പണി മൊബൈലിനകത്ത് ഫോട്ടോ എടുക്കുക, അയച്ചു കൊടുക്കുക, സ്കാൻ ചെയ്യുക. ഒരു 20 മിനിറ്റ് മിനിമം രാവിലെ അല്ലേ 4 പേര് വന്നാൽ വരും. അത് പാവപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നാൽ നിങ്ങൾ കണക്ഷൻ കൊടുത്തു. ഇന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കൊടുക്കണം. രാവിലെ വന്നാൽ വൈകിട്ട് തന്നെ കൊടുക്കണം. ജനത്തിന് സേവനം കൊടുക്കണം. അതിനൊന്നും ഞങ്ങൾ പിന്നോട്ടില്ല. പക്ഷേ അതെങ്ങനെയാ സംഭവം വെച്ചാൽ നമ്മുടെ ചില ആവശ്യമാണ് ഏവന്റെയും തലയിൽ ഒരു കുത്തി കുടിക്കും. അപ്പൊ ആരുടെയെങ്കിലും ബന്ധുക്കളുടെ എന്തെങ്കിലും ഇതിന്റെ ഒരു ഗുണായ്പ പരിപാടി ഉണ്ടാകും. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി എവിടെയെങ്കിലും മോളിൽ ചെന്ന് നോക്കി, സാർ ഇത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമേജ് ആവും, സാറിന്റെ ഇമേജ് അങ്ങ് ഇരട്ടി വർദ്ധിക്കും, നമുക്ക് ഈ സംഗതി വെച്ച് കഴിഞ്ഞാൽ സംഗതി പൊളിക്കും, അടിച്ചു പൊളിക്കും, KCB ഇന്ത്യയിൽ മൊത്തം നിന്ന് വിളങ്ങും എന്നൊക്കെ പറയുമ്പോഴത്തേന് മോളിലിരിക്കുന്ന സാറ് വിചാരിക്കും എന്നാ പിന്നെ എനിക്ക് ഒറ്റയടിക്ക് തിളങ്ങാവല്ലോ. പുള്ളി പറയും എന്നാ പിന്നെ ഓർഡർ ഇറക്കാൻ പറയും. ആ ഓർഡർ ഇറക്കിയിട്ട് പിറ്റേ ദിവസം ഓർഡർ ക്യാൻസൽ ചെയ്യും. ഇതേപ്പോ GST കേന്ദ്ര ഗവൺമെന്റ് അവര് GST കൗൺസില് വൈദ്യുതി സേവനങ്ങൾക്ക് GST ഒഴിവാക്കി. നമ്മൾ ഓർഡർ ഇറക്കിയപ്പം, നമ്മുടെ സാറന്മാർ ഓർഡർ ഇറക്കിയപ്പം എന്തു പറ്റി? പണ്ട് കൺസ്യൂമേഴ്സിന് അല്ലേ ലേബർ ചാർജിന്റെ 10% എന്ത് തന്നാൽ മതിയായിരുന്നു? ഡ്യൂട്ടി അല്ല, ലേബർ ചാർജിന്റെ 10% സൂപ്പർവിഷൻ ചാർജ് തന്നാൽ മതിയായിരുന്നു. ഇപ്പം ലേബർ ചാർജിന്റെ 18% ഡ്യൂട്ടി അല്ല ലൂട്ടി എന്നാണ് പറയുന്നത് അല്ലേ? സാറ് ഞങ്ങൾ അതിനെ ലൂട്ടി എന്ന് വിളിക്കും. അതിന്റെ 18% ലൂട്ടി കൂട്ടിയിട്ട് ആ ലൂട്ടിയും കൂടെ കൂട്ടിയതിന്റെ 10% ഇപ്പൊ സൂപ്പർവിഷൻ ചാർജ് മേടിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ GST ഒഴിവാക്കുന്നത് വഴി ഉപഭോക്താവ് ഇരുട്ടടി. എങ്ങനെ ജനം നമുക്കെതിരെ തിരിയാതിരിക്കും? അക്കൗണ്ടിങ് സിസ്റ്റം ചെയ്യാൻ, അക്കൗണ്ടിങ് സിസ്റ്റത്തെ കുറിച്ച് അറിയാത്തവൻ, അക്കൗണ്ടിങ് എന്താണെന്ന് അറിയാത്തവൻ അതിനെന്താ ചെയ്യേണ്ടത്? GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് GST ഉള്ള കോൺട്രാക്ടേഴ്സിന് സ്പെഷ്യൽ ഓർഡർ മേടിച്ചു കൊടുത്ത് അവരതിൽ നിന്ന് എക്സെപ്ഷൻ കൊടുക്കണേ, എമൗണ്ട് അത്രേ ഉള്ളൂ. ഇതിപ്പോ GST ഒക്കെ ഇല്ലാണ്ട് ഒരു ഉപഭോക്താവ് വന്നാൽ അവർക്ക് ഡ്യൂട്ടി ഒഴിവാക്കിയെങ്കിൽ, GST ഒഴിവാക്കിയെങ്കിൽ ആ GSTക്ക് തുല്യമായ തുക വാങ്ങിക്കോളാൻ ഓർഡർ ഇറക്കി. ആദ്യം മൊത്തത്തിൽ ഓർഡർ ഇറക്കിയ തെറ്റിപ്പോയി, രണ്ടാമത് വേറെ ഓർഡർ ഇറക്കി, വീണ്ടും മൂന്നാമത് ഇറക്കി. അപ്പം നമ്മുടെ സാറന്മാരൊക്കെ വിചാരിക്കും ഇയാളെങ്ങനെ ഇത് അറിഞ്ഞത്? കാരണം ഇത് ബോർഡിന്റെ സൈറ്റിൽ ഇട്ടിട്ടില്ല, അതറിയാമോ? നമ്മളറിയും, കാരണം നമുക്ക് തരുന്ന ആരാന്നറിയാമോ? ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന കുറെ CITക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അവരുടെ എല്ലാം ഉള്ളിന്റെ ഉള്ളിൽ നീറി പോകുകയാണ്. ആരെങ്കിലും ഒരാൾ പറയാൻ വേണ്ടേ? നമ്മൾ സംഘടന രാഷ്ട്രീയമെന്ന് വെച്ചല്ല പറയുന്നേ, എല്ലാം ഞങ്ങൾ തൊഴിലാളികളാണ്, ഞങ്ങൾ എല്ലാവരും ഒന്നാ. അപ്പൊ അവര് നമ്മളെ അറിയിക്കും. അതുകൊണ്ട് ഇവിടെ തൊഴിലാളിയുടെ വിഷയത്തിൽ ഞങ്ങളെ സമയം കഴിഞ്ഞുകൊണ്ട് നിർത്തിയതാണ്. തൊഴിലാളികളുടെ വിഷയത്തില് എനിക്ക് നമ്മുടെ തൊഴിലാളികളോട് പറയാൻ ഒന്നേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ യൂണിയനിൽ ചേരാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്നത്. നമ്മുടെ ഓഫീസ് ചെറിയ ഓഫീസാണ്. ഒത്തിരി ആൾ വന്നു കഴിഞ്ഞാൽ ഈ 53 മൊത്തം വന്നാൽ ഞങ്ങൾക്ക് ഇരിക്കാൻ ഇടയില്ല. അങ്ങനെ യൂണിയനിലേക്ക് മൊത്തം ആളൊന്നും വരണ്ട. ഞങ്ങളുടെ യൂണിയനിൽ താല്പര്യമായിട്ട് ആരെങ്കിലും താല്പര്യമായിട്ട് വന്നാൽ ഞങ്ങൾ അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കും, അത് വേറെ കാര്യം. അപ്പൊ അതല്ലാതെ മൊത്തം പേര് ഇതിനു വേണ്ടി വരണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ നിൽക്കുന്ന സംഘടനയിൽ, നിങ്ങളുടെ സംഘടനയുടെ കമ്മിറ്റികളിൽ ഇത് ആവശ്യപ്പെടണം. നമ്മുടെ DAയുടെ ലീവ് സെന്റർ ഞാൻ പറയാത്ത എന്താണെന്ന് വെച്ചാൽ മനഃപൂർവ്വം പറയാത്ത, കാരണം അടുത്ത ഗവൺമെന്റ് കൊടുത്തോളൂ എന്ന് പറഞ്ഞിരിക്കുക. അടുത്ത ഗവൺമെന്റ് അവരെല്ലാം തീരുമാനിച്ചു. അപ്പൊ അതല്ലേ അടുത്ത വർഷം എടുത്തോളൂ. അപ്പൊ ലീവ് സെന്ററിന്റെ കാര്യം ഞാൻ പറയാറില്ല. DAയുടെ പ്രൊമോഷൻ, പിന്നെ ശമ്പള പരിഷ്കരണം, അതൊരു വർഷം കഴിഞ്ഞു. ഭയങ്കര ബുദ്ധിമാന്മാരാ, അവർക്ക് വയറ് നിറച്ച ബുദ്ധി. എന്നാന്നറിയോ? ശമ്പള പരിഷ്കരണം ചോദിക്കാൻ DA തരിക. അപ്പം ചോദിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അവരോട് DA തരും. ഈ അടുത്തിടയ്ക്ക് 3 എങ്ങാണ്ട് തന്നു അല്ലേ? അതിന് അരികൾ തന്നിട്ടില്ല, അതില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പൊ ശമ്പള പരിഷ്കരണം കിടക്കുക DA. അപ്പൊ DA 18 ഒരു ശമ്പള പരിഷ്കരണത്തൊക്കെ കൂടുതൽ തുകയായി ഇപ്പൊ DA. അപ്പൊ DA തന്നു കഴിഞ്ഞാൽ പിന്നെ ശമ്പള പരിഷ്കരണം തരണമല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇതാണ്. എന്നിട്ട് ഈ കറണ്ട് ചാർജ് കൂട്ടും. കറണ്ട് ചാർജ് കൂട്ടുമ്പോൾ ജനം അടിക്കും. റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗിന്റെ അകത്ത് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരായിട്ട് പ്രസംഗിക്കുക തുടക്കത്തിലെ എന്താണെന്നറിയോ? എനിക്ക് DA കൊടുക്കണം. അപ്പൊ നിങ്ങളൊക്കെ കേട്ടാ വിചാരിക്കും പുള്ളിക്ക് നമ്മളോട് എന്തോ സ്നേഹമാണ്. എനിക്ക് DA കൊടുക്കണം, കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കണം. അത് കേൾക്കുന്ന ജനം പിന്നെ ഒച്ചവൊക്കെയായിരിക്കും. നമ്മളൊന്നുണ്ടാകുന്നതാണ്. അവര് കൂവി കൊല വിളിച്ച് അദ്ദേഹം പരിപാടി നിർത്തിപ്പോയി. നമ്മൾ പ്രസംഗിക്കാൻ കയറിയപ്പോ ഞാൻ പറഞ്ഞു
സുഹൃത്തുക്കളെ വേറെ ഒരാളെല്ലാം പുള്ളിയെ അവരെല്ലാം കൂടെ വിട്ടു നമ്മൾ പ്രസംഗിക്കാൻ നമ്മൾ പറഞ്ഞു ഒരു സാധനത്തിന്റെ വില വർദ്ധിപ്പിക്കാൻ അത് ഉപയോഗിക്കുന്നവരെ വിളിച്ചു ഓടിക്കുന്ന ഏക സ്ഥാപനം ലോകത്തിൽ KSEB ആ സുഹൃത്തുക്കളെ. KSEB ലാഭത്തിലാണെങ്കിൽ വർദ്ധിപ്പിക്കണ്ട, നഷ്ടത്തിലാണെങ്കിൽ വർദ്ധിപ്പിക്കാൻ നിങ്ങൾ സഹായിക്കണം. പക്ഷെ ഇവിടുത്തെ അഴിമതി അത് ഇല്ലാതാക്കണം. അഴിമതിയുടെ പേരിൽ വർദ്ധിപ്പിച്ചാൽ ഞങ്ങൾ ഇതിനെ അംഗീകരിക്കില്ല. അതുകൊണ്ട് KSEBയുടെ പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് KSEBക്ക് അഴിമതിയും ദൂർത്തുമില്ല എങ്കിൽ അത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ജനങ്ങൾ ആരും കയ്യിൽ കൂട്ടിയൊന്നുമില്ല. അപ്പൊ നമുക്ക് DA തരാൻ വേണ്ടിയിട്ടൊന്നുമല്ലാണ് പറഞ്ഞത്, ജീവനക്കാരെ പൊതുജനമൊത്തത്തിൽ താറടിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ജീവനക്കാർക്ക് DA ശമ്പള പ്രശ്നം എല്ലാം കുടിശ്ശികയായിട്ട് കിടക്കുക. 1991 36 ലക്ഷം ഉപഭോക്താക്കൾക്ക് 30,000 ജീവനക്കാരുണ്ടായിരുന്ന ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 1,36,00,000 ഉപഭോക്താക്കൾ ഉള്ളപ്പോൾ കേവലം 27,500 ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ മാത്രമാണ് ഈ സ്ഥാപനത്തിലുള്ളത്. അപ്പൊ ആര്യാടൻ സാർ മന്ത്രിയായിരിക്കുമ്പോൾ 33,500 ജീവനക്കാരുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ 27,500 മാത്രമേ ഉള്ളൂ. റെഗുലേറ്ററി നൽകിയത് 30,321 തസ്തികക്കാണ്. ആ അത്രയും പോലും ആൾക്കാർക്ക് ജോലി ചെയ്യുന്നില്ലാത്ത ഈ സ്ഥാപനത്തിലെ ജോലികൾ മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളുടെ ശമ്പളം അതല്ലെങ്കിൽ DA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിഷേധിച്ചാൽ അതിനെതിരെ തൊഴിലാളികൾക്കൊപ്പം കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഉണ്ടായിരിക്കും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.